ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹു അയച്ച റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകൾ അനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണേ എന്ന് ക്രമപ്പെടുത്തണേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ അബദ്ധങ്ങൾ പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംസാരിച്ചു വന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പിൻപറ്റുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും കൽപ്പിച്ചതിനെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ് അനിത്തബി മില്ലത്ത ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വഴിയുണ്ടല്ലോ, ആ മാതൃകയും ആ ജീവിതവുമാണ് നീ പിൻപറ്റേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. റസൂലുള്ളാഹിയെ നമ്മൾ പിൻപറ്റുന്നു, റസൂലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പിൻപറ്റുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇബ്രാഹിം നബിയെ പിൻപറ്റിയ റസൂലിനെ നമ്മൾ പിൻപറ്റുന്നു. ജൂത നസ്രാണികളോട് പോലും പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ഇബ്രാഹിമിന്റെ വഴി പിൻപറ്റും എന്നാണ്. ഇബ്രാഹിമിന്റെ മാർഗം നിങ്ങൾ പിൻപറ്റും. ആകാന ഇബ്രാഹിം യഹൂദിയൻ വലാ നസ്രാനിയൻ. ഇബ്രാഹിം പ്രവാചകൻ, അദ്ദേഹം യഹൂദി ആയിരുന്നില്ലല്ലോ, അദ്ദേഹം നസ്രാനി ആയിരുന്നില്ലല്ലോ, അദ്ദേഹം യേശുവിനെ ആരാധിച്ചിട്ടില്ലല്ലോ, അദ്ദേഹം ജൂതമതം സ്വീകരിച്ചിട്ടില്ലല്ലോ. ജൂതമതവും ക്രിസ്തുമതവും വരുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചുപോയ പ്രവാചകനാണ് അബ്രഹാം പ്രവാചകൻ. അദ്ദേഹം ആരെയാണ് ആരാധിച്ചിരുന്നത്? ഏകനായ സൃഷ്ടാവായ ഏകനായ ആ റബ്ബിനെയാണ് അദ്ദേഹം ആരാധിച്ചിരുന്നത്. അദ്ദേഹം ശിർക്ക് വെച്ചിരുന്നില്ല, അദ്ദേഹം മൂന്ന് ദൈവങ്ങളെ ആരാധിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പിൻപറ്റൂ എന്ന് ഇസ്ലാം പരിശുദ്ധമായ ഖുർആൻ വളരെ യുക്തിഭദ്രമായി പറഞ്ഞു കൊടുത്തവർക്ക് കാണാനായിട്ട് സാധിക്കും. അഥവാ ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് നബി ഉണ്ടാക്കിയൊരു മതമല്ല. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് 1400 കൊല്ലം 1400 കൊല്ലം 1400 കൊല്ലം എന്ന് പറയുന്നത്. 1400 കൊല്ലം ഇസ്ലാം തമ്മിൽ എന്താ ബന്ധം? 1400 കൊല്ലം എന്നുള്ളത് ഇസ്ലാം അവസാനമാണ്, ഇസ്ലാമിന്റെ അവസാനമാണ് 1400. അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിരുന്നത്. അപ്പോൾ ആ എല്ലാ പ്രവാചകന്മാരെയും പിൻപറ്റുവാനാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു തആല ചില കലിമാത്തുകൾ കൊണ്ട് പരീക്ഷിച്ചു എന്ന് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കി. മക്കളെ കുറച്ച് കയറുന്ന പുറകിലെ വെട്ട ആളുകൾ കുറച്ച് കയറുന്ന ഈ ഫ്രണ്ടിലാണ് ബറക്കത്തുള്ളത്. ഫ്രണ്ടിലാണ്
മുമ്പിലേക്ക് കയറുന്തോറും അതിന്റെ ബർക്കത്ത്, അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കുറെ ആളുകൾ പുറത്തായിരുന്നെന്നാണ് പറയുന്നത്. അകത്തേക്ക് കയറി നല്ല ശുദ്ധിയായ റാഹത്തോടെ ഈമാനോടെ ദുആയോടെ നമ്മൾ ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കലിമാത്തുകൾ കൊണ്ട് പരീക്ഷിച്ചു. ആ കലിമാത്തുകൾ ഒന്ന് സൂറത്ത് തൗബയിലെ 112-ാമത്തെ ആയത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ വലിയ വലിയ കുറെ കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അത്തായിബൂന അൽആബിദൂന الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله എന്ന് പറയുന്ന വലിയ വലിയ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് അതിനുണ്ടായത്. 30 കാര്യങ്ങൾ കൊണ്ട് എന്നതിന്റെ തഫ്സീറിലുണ്ട്. അതിന്റെ 10 കാര്യങ്ങളാണ് സൂറത്ത് തൗബയിലെ 112-ാമത്തെ ആയത്തിലുള്ളത്. അതിൽ മറ്റു 10 കാര്യങ്ങൾ കൂടിയുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ ചെറിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയത് വലിയ കാര്യങ്ങളാണ്, ജീവിതത്തെ നിയന്ത്രിക്കേണ്ട അടിസ്ഥാനപരമായ വലിയ വിഷയങ്ങളാണ് സൂറത്ത് തൗബയിലെ 112-ാമത്തെ ആയത്തിന്റെ തഫ്സീർ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ കലിമത്തുകൾ കൊണ്ട് പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ 10 കാര്യങ്ങൾ. ആ 10 കാര്യങ്ങൾ കൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ പരീക്ഷിച്ചു. ആ 10 കാര്യങ്ങൾ എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലങ്ങനെ തടവി കൊടുത്ത കുട്ടിയായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ വഅല്ലിംഹു തഅവീൽ. അല്ലാഹുവേ, ഇവൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണമേ, ഖുർആനിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല തടവി ദുആ ചെയ്തിട്ടുള്ള കുട്ടിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീനായി മാറി. മുഫസ്സിറുകളുടെ നേതാവായിരുന്നു. സ്വഹാബിമാരിലെ മുഫസ്സിറുകളുടെ ഖുർആൻ തഫ്സീർ ചെയ്യുന്ന മുഫസ്സിറുകളുടെ നേതാവായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എങ്ങനെ കിട്ടിയതാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ കൊണ്ട് കിട്ടിയതാണ്. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, قال طاووس ابن عباس ജവാസിന്റെ ശിഷ്യനായ ത്വാവൂസ് ഇബ്നു അബ്ബാസ് എന്ന് പറയുകയാണ്, അല്ലാഹു ബിഅശ്റ 10 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിച്ചു. അതിനെ ഒറ്റ വാക്കിൽ പറയാം, വഹിയ അൽ ഫിത്റ. ഫിത്റത്താണ്, പ്രകൃതി ചര്യകളാണ്. പ്രകൃതി ചര്യ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിർബന്ധമായി ഉണ്ടാകേണ്ട, വേറൊരാള് പഠിപ്പിക്കാതെ തന്നെ മനസ്സിലാക്കേണ്ട പ്രകൃതിപരമായി ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ട ഗുണങ്ങൾ ആണ് ഫിത്റത്ത് എന്ന് പറയുന്നത്. ആ ഫിത്റത്ത് കൊണ്ട് അല്ലാഹു തആല ആദ്യമായി പരീക്ഷിച്ചത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമായ. ഫിത്റത്ത് എത്ര കാര്യങ്ങളാണ്? 10 കാര്യങ്ങൾ. അതിൽ 5 കാര്യങ്ങൾ തലയിലാണുള്ളത്, മുഖത്താണുള്ളത്. തലയിലും മുഖത്തുമാണ് 5 കാര്യങ്ങളുള്ളത്. ആ 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ചെറിയ കാര്യങ്ങൾ ആരെ ശ്രദ്ധിക്കുള്ളൂ? ഒരു മുഅ്മിനായ മനുഷ്യൻ മാത്രമേ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുള്ളൂ. ഈമാനുള്ള മനുഷ്യനാണെങ്കിൽ എത്ര ചെറുതാണെങ്കിലും അത് എന്റെ പ്രവാചകൻ, അള്ളാന്റെ തൃപ്തി കിട്ടാൻ എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ആ നീയത്തോടെ, ആ ഉദ്ദേശത്തോടെ ആ ചെറിയ കാര്യങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ അവർ ശ്രമിക്കുകയും ചെയ്യും. ചെറിയ കാര്യങ്ങളാണ്. അതിന് 5 കാര്യങ്ങൾ തലയിലാണുള്ളത്. 5 കാര്യങ്ങൾ തലയുടെ ഭാഗത്ത്, ഈ ശരീരത്തിലാണുള്ളത്. ആദ്യത്തെ 5 കാര്യങ്ങൾ. അതിൽ ഒന്ന് മീശ വെട്ടിച്ചെറുതാക്കുക. ഇത് നിസ്സാരമായ ഒരു കാര്യം. ഇതാ ആരോടല്ല പറഞ്ഞ കാര്യം? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ല പറഞ്ഞ കാര്യം. മീശ വെട്ടിച്ചെറുതൊക്കെ ഈ വെട്ടുചുണ്ട് കാണുന്ന തരത്തിൽ മീശ കത്രിക കൊണ്ട് വെട്ടിച്ചെറുതാക്കുക, അതിന്റെ താഴേക്ക് വളർത്താതിരിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരീക്ഷണമാണ്. നമ്മൾ വലിയ കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, ചെറിയ കാര്യങ്ങൾ കൊണ്ടും അള്ളാഹ് പരീക്ഷിക്കുന്നു. പക്ഷെ ആ പരീക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ.
അതിൽ പോലും പരാജയപ്പെട്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിപ്പോ എന്താ കുഴപ്പം? ഞാൻ നേരത്തെ ഇങ്ങനെ വെട്ടാറൊന്നുമില്ല, അതങ്ങനെ വളർത്തലാണ് പതിവ്. അത് ഇബ്രാഹിം നബിന്റെ ചര്യയാണെങ്കിലും കൊള്ളാൻ, അതിൽ ഏറ്റവും വലിയ ആളെ ചര്യയാണെങ്കിലും കൊള്ളാൻ, ഞാൻ ഇത്ര നാളായിട്ട് ഇങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ അതിൽ മാറ്റം വരുത്തുകയില്ല എന്ന് ചിന്തിക്കാതെ, ഇത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു തആല പ്രത്യേകമായി പരീക്ഷിച്ച വിഷയമാണ് എന്ന് പറഞ്ഞത് നമ്മുടെ നഫ്സിനും നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കും രുചിക്കാത്ത കാര്യങ്ങളായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മീശ വെട്ടുക ഒന്ന്. രണ്ടാമത്തേത് അൽ മദ്മദത്തു. അൽ മദ്മദത്തു എന്ന് പറഞ്ഞാൽ വായ കൊപ്പിളിക്കലാണ്. വായ കൊപ്പിളിക്കുക, വായ എപ്പോഴും നല്ല ശുദ്ധിയായി വായ കാത്തു സൂക്ഷിക്കുക. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ശുദ്ധിയായി വായ കാത്തു സൂക്ഷിക്കുക. എത്രത്തോളം നാം ചോദിച്ചാൽ, സവാള ഭക്ഷിക്കുക, വെളുത്തുള്ളി ഭക്ഷിക്കുക, ഇതൊക്കെ ഇസ്ലാമിൽ അനുവദനീയമാണ്, ഹലാലായ ഇതാണത്. പക്ഷെ അത് ഭക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരരുത് എന്നുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് നിസ്കരിക്കുന്ന മറ്റുള്ളവർക്ക് മാത്രമല്ല, മലക്കുകൾക്കും അതിന്റെ ഗന്ധം, അതിന്റെ ദുർഗന്ധം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത്. ഇവിടെ എന്താ സൂക്ഷിക്കാൻ പറഞ്ഞത്? അവനവന്റെ വായയാണ്. അവനവന്റെ വായ അത് വൃത്തിയായി ശുദ്ധിയുള്ളതായി നല്ല സ്മെല്ലുള്ളതായി കാത്തു സൂക്ഷിക്കുവാൻ. ഇത് ആരോട് പറഞ്ഞതാണ്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു പറഞ്ഞ കാര്യമാണ്. മൂക്ക് വൃത്തിയായി കാത്തു സൂക്ഷിക്കുക, മൂക്ക് ചീറ്റി അത് വൃത്തിയായി അതും കാത്തു സൂക്ഷിക്കുക. അതുപോലെ നാലാമത്തത് സിവാക്ക്, പല്ല് വൃത്തിയായി കാത്തു സൂക്ഷിക്കുക. 5 മുഖത്താണ് നമ്മൾ പറഞ്ഞത്. പല്ല് വൃത്തിയായി കാത്തു സൂക്ഷിക്കുക. ഇതും ഒരു മുസ്ലിം ഒരു മുഅ്മിനായ മനുഷ്യൻ മാത്രമേ അത് ചെയ്യുള്ളൂ. 5 നേരം പല്ലേൽക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സാധാരണ മനുഷ്യന്മാർ പല്ലേൽക്കുന്ന നേരം വെളുക്കുന്ന സമയത്ത് മാത്രം, പിന്നെ പല്ലേക്കലില്ല. പിന്നെ പല്ലേക്കുന്നത് പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ മാത്രം. ഒരു മുസ്ലിമിന്റെ രീതി അങ്ങനെയല്ല, ഒരു മുഅ്മിനായ മനുഷ്യന്റെ രീതി അങ്ങനെയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. 5 നേരം പല്ലേക്കാം. വീട്ടിൽ നിന്ന് മുറിവെടുത്ത് പള്ളിയിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 5 നേരം പല്ല് തേക്കാം. ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് 5 നേരം പല്ല് തേക്കാൻ ഒരു പ്രയാസമുള്ള മുഅ്മിനായ മനുഷ്യർക്ക് ഒരു പ്രയാസമില്ല. അല്ലാത്തവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഒരു പ്രയാസമില്ല. വീട്ടിൽ കയറുമ്പോ നബി പല്ല് തേക്കുമായിരുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പല്ല് തേക്കുമായിരുന്നു, പള്ളിയിൽ കയറുമ്പോ പല്ല് തേക്കുമായിരുന്നു, നിസ്കാരത്തിൽ നിൽക്കുമ്പോ പല്ല് തേക്കുമായിരുന്നു, വുളൂഇന്റെ കൂടെ പല്ല് തേക്കുമായിരുന്നു, ഉറങ്ങാൻ കിടക്കുമ്പോൾ പല്ല് തേക്കുമായിരുന്നു, വെറുതെ ഇരുന്ന് വായൊന്ന് പകർച്ചയായ അപ്പോൾ പല്ല് തേക്കും. പല്ല് തേക്കുന്നതിന് വളരെ പ്രാധാന്യം ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് കാണാനായി. ഇതൊക്കെ ആ നിലക്ക് നമ്മൾ ഏറ്റെടുക്കണം. ആ നില വേറെ ഒന്നുമല്ല. ആറ്റുമ്പോണ്ടാക്കാൻ മിസൈൽ ഉണ്ടാക്കാനൊന്നുമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള മനുഷ്യന്റെ ശുദ്ധി, ശരീരത്തിന്റെ ശുദ്ധി, വായയുടെ ശുദ്ധി, മനസ്സിന്റെ ശുദ്ധി, ഹൃദയത്തിന്റെ ശുദ്ധി, ഇത് രോഗപ്രതിരോധത്തിന്, രോഗം ഒരു സമൂഹത്തെ കീഴ്പ്പെടുത്താതിരിക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 5-ാമത്തേത് ഫർഖുർ റഅസ് എന്ന് പറഞ്ഞാൽ മുടി നന്നായി ചീകി ഒതുക്കി വെക്കുക. ഒരു കാട്ടാളനെ പോലെ ജീവിക്കാതെ മുടി നന്നായി, മുടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവൻ അതിനെ എണ്ണയിട്ട് ചീവി അന്തസ്സായി മാന്യമായി സമൂഹത്തിൽ ഇടപെടാൻ കഴിയുന്ന തരത്തിൽ അവൻ അലക്ഷ്യമായിട്ട് ഒന്നും കിടക്കാൻ പാടില്ല. അലക്ഷ്യമായ ഒരു ജീവിതം. ഈ 5 കാര്യങ്ങൾ എവിടെയാണ്? 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യമാണ്. അത് നമ്മുടെ മുഖത്താണ്, മുഖത്തും തലയിലും സൂക്ഷിക്കേണ്ട കാര്യം. 5 കാര്യങ്ങൾ ശരീരത്തിലാണ്, താഴേക്ക്. അതിൽ ഒന്നാമത്തത് തക്ലീമുൽ അവാഫിർ, നഖം വെട്ടുക. ഇതെല്ലാം ശുദ്ധിയാണ്. നമ്മളെ നഖത്തിലേക്ക്, നമ്മളെ മക്കളെ നഖത്തിലേക്ക് ഒന്ന് നോക്കണം. ശുദ്ധിയാണോ, ആ നഖത്തിനകത്ത് അഴുക്കുണ്ടോ എന്ന്. നമ്മളെ നഖം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാവും, അഴുക്കുണ്ടാവും. അപ്പൊ വെള്ളിയാഴ്ച ജുമുഅക്കൊക്കെ വരുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് ആ ജുമുഅയെ ആദരിച്ചുകൊണ്ട്, ജുമുഅ ദിവസത്തെ ആദരിച്ചുകൊണ്ട്, വെള്ളിയാഴ്ചയെ ആദരിച്ചുകൊണ്ട് എല്ലാം അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഖൈറാണ്, കൂടുതൽ പ്രതിഫലാത്മകമായ കാര്യമാണ് എന്ന് ഒക്കെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. തക്ലീമിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ മാത്രമേ അവന്റെ കൈവിരലുകളെല്ലാം ശുദ്ധിയായിട്ട് കാത്തു സൂക്ഷിക്കുള്ളൂ. അല്ലാത്ത ആൾക്കാരെ കൈകളിലേക്കൊന്ന് നോക്കി അറിയാൻ പറ്റും. ഇസ്ലാം അവിടെ കാണാൻ പറ്റും, ഈമാൻ അവിടെ കാണാൻ പറ്റും. കൈവിരലുകൾ നഖത്തിൽ കാണാൻ പറ്റാം. നഖം
വൃത്തിയായി സൂക്ഷിക്കണോനാണെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് ഈമാൻ ഉണ്ടെന്നാണ്. ഒരു മുമ്പിനാ മനുഷ്യരെല്ലാം ഇതൊന്നും ശ്രദ്ധിക്കൂല. നമ്മൾ പുറമോ കാണുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഭംഗിയാക്കി വെക്കലല്ല, മറിച്ച് ശരീരത്തിന്റെ ഓരോരോ മൂലകളും ശുദ്ധിയായി. കാരണം സമൂഹത്തിൽ ഇടപെടേണ്ടവനാണ്. നമ്മുടെ ഹോട്ടലിലാണ് ജോലി എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കൈകൾ കൊണ്ട് എടുത്ത് മറ്റൊരാൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടവരാണ് നമ്മൾ. ആ കൈകളിലേക്കൊന്ന് നോക്കുമ്പോൾ നഖം കാട്ടാളന്മാരെ പോലെ നഖം വളർത്തിയ ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ ഏതെങ്കിലും മനുഷ്യന്മാർ ഇഷ്ടപ്പെടില്ല. അപ്പൊ ഇസ്ലാം ഇതെല്ലാം നേരത്തെ കണ്ടുകൊണ്ട് ഒരു മുസ്ലിം അവൻ പൂർണ്ണമായി വൃത്തിയും ശുദ്ധിയും ഉള്ളവനാകണം എന്ന് പരിശുദ്ധമായ ഇസ്ലാം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ നിത്യചര്യകളായി മാറണം, നിത്യ സ്വഭാവങ്ങളായി മാറണം, പരിപൂർണമായ വൃത്തി. അതേപോലെ തന്നെ ഏഴാമത്തെ കാര്യം കക്ഷരോമം നീക്കം ചെയ്യുക. അതൊക്കെ ഓരോരുത്തരെ കൈകൾ പൊക്കിയ എന്താണ് ഓരോരുത്തരൊക്കെ അവസ്ഥ എന്ന് അവിടെ മുസ്ലിം മനുഷ്യൻ ആരെ കാണിക്കാനല്ല, ആരും അറിയുന്ന കാര്യമല്ല. വീട്ടിലുള്ള വീട്ടുകാരല്ലാതെ വേറെ ആരും നാട്ടുകാരൊന്നും അറിയുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അറിയാം. റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി എന്റെ ശരീരം എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം, എത്ര ശുദ്ധിയാക്കി വെക്കണം എന്നൊരു മുസ്ലിം തീരുമാനിക്കുകയും അതെല്ലാം പ്രവാചകന്റെ ചര്യയുടെ അടിസ്ഥാനത്തിൽ അത് ചെയ്യുന്ന ഒരു സ്വഭാവം മക്കളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ജീവിതം മുഴുവൻ ശുദ്ധിയാവും. മുമ്പിനാൽ മനുഷ്യനല്ലാതെ ഇതൊന്നും കാത്തു സൂക്ഷിക്കുകയില്ല. കക്ഷരോമങ്ങൾ അത് കളയുക എന്നുള്ളത്. അതുപോലെ തന്നെ മുഖ്യരോമങ്ങൾ അത് വൃത്തിയാക്കി വെക്കുക എന്നുള്ളത്, അത് പഠിച്ചു കളയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായി ഇതൊക്കെ പഠിപ്പിക്കുന്ന ലോകത്തൊരു മതമുള്ളത് ഇസ്ലാം മാത്രമാണ്. ഇതൊക്കെ ചെയ്ത അവനവൻ ശുദ്ധിയായി ജീവിച്ചാൽ പ്രതിഫലം തരാം എന്ന് പറയുന്ന ഒരു മതം ലോകത്ത് ഇസ്ലാം മാത്രമാണ്. ഇതെല്ലാം പഠിപ്പിക്കുന്ന വൃത്തിയുടെ കംപ്ലീറ്റ് പാഠങ്ങൾ, ശുദ്ധിയുടെ ഒരു കുടുംബത്തെ, ഒരു വ്യക്തി, ഒരു കുടുംബത്തെ, ഒരു സമൂഹത്തെ വൃത്തിയിൽ ശുദ്ധിയിൽ ജീവിക്കാൻ ആവശ്യമായ സകല കാര്യങ്ങളും, അത് മുടി മുതൽ അടിവരെ മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ച് ലോകത്ത് ഒരു മതമുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ഇസ്ലാം മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. അതേപോലെ ചേലാകർമ്മം ചെയ്യുക, അതിലും ഒരുപാട് ശാസ്ത്രീയമായ കാര്യങ്ങളും വൃത്തിയുടെ ഒരുപാട് പാഠങ്ങളും മൂത്രമൊക്കെ അവിടെ തടഞ്ഞിരിക്കാനും അത് പിന്നീട് ഫംഗസായി മാറാനും പിന്നീട് മുഖ്യരോഗങ്ങളായി മാറാനൊക്കെ സാധ്യതയുണ്ട്. ഇത് ആധുനിക സയൻസ് പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ അല്ലാത്ത ബുദ്ധിയുള്ള ആളുകളും ഇന്ന് ചേലാകർമ്മം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വെള്ളം ഉപയോഗിച്ച് ശുദ്ധിയാക്കുക എന്നുള്ളത്. ചില ആൾക്കാർക്ക് വെള്ളം അലർജിയാണ്. വെള്ളം തൊടുക എന്നുള്ളത്, കുടിക്കുക എന്നുള്ളത്, ശുദ്ധിയാ നടക്കുക എന്നുള്ളത് അലർജിയാണ്. പക്ഷെ ഇസ്ലാം വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുക, ശുദ്ധിയായി ജീവിക്കുക എന്നുള്ളത് ഇസ്ലാം വളരെ പ്രധാനപ്പെട്ട പ്രകൃതി ചര്യകളിൽ, അതും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രകൃതി ചര്യകളിൽ പഠിപ്പിച്ചത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 11ാമത്തെ ഒരു കാര്യം കൂടി ഇതിന്റെ കൂട്ടത്തിൽ പണ്ഡിതന്മാരെ പറയുന്നുണ്ട്. ദിവസത്തെ കൂടി, അത് സാധാരണ ദിവസത്തെ കുളിക്കാൻ പോലെയല്ല. ഇതിനൊക്കെ കൂലിയുണ്ട്. ആ ഒരു നെയ്യത്തോടു കൂടി ഒരു മുമ്പിനായ മനുഷ്യൻ ആ ഒരു ചിന്തയോട് കൂടി ഇന്നത്തെ എന്റെ കുളി എന്നുള്ളത് സാധാരണ ദിവസത്തെ കുളി പോലെയല്ല. അതിന് പ്രത്യേകം പ്രതിഫലം നൽകാം എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് അത് ചെയ്യാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമായിരിക്കും. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മുടെ നിയ്യത്ത് എന്നത് നമ്മളൊന്ന് ആലോചിക്കണം. നമുക്ക് ആ ഒരു നിയ്യത്ത് ഉണ്ടാകാറുണ്ടോ? ഒരു സാധാരണ ചടങ്ങ് എന്ന നിലക്ക് ഇങ്ങനെ നഖം വെട്ടുക, കക്ഷരോമം വൃത്തിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതിന്റെ അപ്പുറം ഇത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചര്യയാണ്, ഇത് മുഹമ്മദ് നബിയുടെ ചര്യയാണ്, ഇത് പ്രവാചകന്മാരുടെ ചര്യയാണ് എന്ന ആ ഒരു ആത്മാഭിമാനത്തോടു കൂടി അത് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഉയരാനായിട്ട് നോക്കാം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ ചെയ്ത കാര്യം. വൽ അർബഅത്തു ലത്തി ഫിൽ മശാഇർ, ഈ 4 കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു തആല ഫിൽ മശാഇർ, അത് ഹജ്ജിന്റെ മേഖലയിലാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട മശാഇറുകളിലാണ് അല്ലാഹു തആല 4 കാര്യങ്ങൾ കൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ പരീക്ഷിച്ചതിൽ ഒന്ന് തവാഫ്.
അത് ചെയ്യുന്നതിന് വേണ്ടി ഹാജിമാരെ പൂരിക്കുന്നു. അല്ലാഹു തആല അവരെ സ്വീകരിക്കട്ടെ. തവാഫിന് പോകാനും ആളുകളുണ്ട്, അവർക്കും ആഫിയത്തും ഈമാനും അല്ലാഹു തആല നൽകട്ടെ. അതിലൊന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെ പ്രത്യേകമായി അല്ലാഹു പരീക്ഷിച്ചതാണ് തവാഫ് ചെയ്യുക എന്നുള്ളത്, പരിശുദ്ധമായ കഅബയെ തവാഫ് കൊണ്ട് തുടങ്ങുക എന്നുള്ളത്. ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്നുള്ളതല്ല, എന്റെ റബ്ബ് പറഞ്ഞാണത്. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ അത് കണ്ണറയെ കണ്ടുകൊണ്ട് തവാഫ് ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്ത മുഅ്മിനായ ഒരു മനുഷ്യൻ ദുനിയാവിലുണ്ടാവുകയില്ല. രണ്ടാമത്തേത് സഫയിലും മർവയിലും ഇടയിൽ സഅയ് ചെയ്യുക. അല്ലാഹ് നടക്കാൻ പറയുമ്പോൾ നടക്കുന്നു, അല്ലാഹ് ഓടാൻ പറയുമ്പോൾ ഓടുന്നു. രണ്ടിനും ഇടയിലുള്ള ഒരു റംല് ആ രീതിയിൽ നടക്കാൻ പറയുമ്പോൾ അത് ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്നു. അല്ലാഹ് എന്നോട് എന്താണ് ചെയ്യാൻ പറയുന്നത് അതെല്ലാം ഞാൻ ചെയ്യും എന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ് വിശുദ്ധമായ ഹജ്ജ് എന്ന് നമ്മൾ തിരിച്ചറിയുക. സഅയ് ഇതെല്ലാം മഹത്തായ കർമ്മങ്ങളാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജീവിപ്പിക്കുന്ന ആ ചര്യകൾ സ്വന്തം ജീവിതത്തിലൂടെ പുനരുജ്ജീവിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഹജ്ജിൽ ലോക മുസ്ലിമീങ്ങൾ നടപ്പാക്കുന്നത് എന്ന തിരിച്ചറിവും ബോധ്യവും നമുക്കുണ്ടാവണം. മൂന്നാമത്തേത് ജനതകളിൽ കല്ലെറിയുക. അതെല്ലാം അല്ലാഹ് പറഞ്ഞിട്ടാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചര്യ അല്ലാഹ് പറഞ്ഞു, അത് ചെയ്തു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഞാനും പിൻപറ്റിക്കൊണ്ട് ഞാനും ചെയ്യുന്നു. അതിന്റെ പിന്നിലുള്ള യുക്തി, അതിന്റെ പിന്നിലുള്ള താല്പര്യം, അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ത്? ഇതൊന്നല്ല. മതം എന്ന് പറഞ്ഞ വിശ്വാസമാണ്, ദീൻ എന്ന് പറഞ്ഞ വിശ്വാസമാണ്, അല്ലാഹുവിന്റെ വിശ്വാസമാണ്. ഒരാളെ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യാ? അവൻ പറയുന്നത്, അല്ലാഹ് പറയുന്നത്, റബ്ബ് പറയുന്നത്, അയാൾ എന്താണ് പറയുന്നത് അതെല്ലാം ശിരസാ വഹിക്കുക, അതിനുവേണ്ടി നിലകൊള്ളുക. അതിലാണ് എന്റെ വിജയം എന്ന് ഒരാൾക്ക് ആ വഴി പോകുന്നതാണ് വിജയം എന്ന വിശ്വാസം ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവന്റെ സമയം, അവന്റെ സമ്പത്ത്, അവന്റെ അധ്വാനം മുഴുവൻ അതിലായിരിക്കും. ആ വിശ്വാസം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ദീന് ആ മനുഷ്യനിൽ ഉണ്ടാകും. ദീൻ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസമാണ്. ഇതെല്ലാം വിശ്വാസമാണ് അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ചില പള്ളിയിൽ വന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ നഷ്ടം വരും എന്ന് ചിന്തിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം. എന്നാൽ നഷ്ടം വരില്ല. പള്ളിയിൽ വന്ന് നിസ്കരിച്ചില്ലെങ്കിലാണ് നഷ്ടം വരിക എന്ന് ചിന്തിക്കുന്നിടത്താണ് അവിടെയാണ് വിശ്വാസം. അതാണ് ഈമാൻ എന്നുള്ളത്. ആ ഈമാനും ആ വിശ്വാസമുള്ളവർ എന്റെ കച്ചവടം ഇപ്പൊ നിർത്തി വെച്ചുകൊണ്ട് നമസ്കാരത്തിൽ വിളിക്കുമ്പോൾ അങ്ങനെ, ദഅവത്തിൽ വിളിക്കുമ്പോൾ അങ്ങനെ, എന്ത് കാര്യത്തിനാണോ അല്ലാഹ് വിളിക്കുന്നത്, അല്ലാഹു റസൂലും ദീനും വിളിക്കുന്നത്, അത് ഇപ്പോൾ ചെയ്യുന്നതിനാണ് എന്റെ ഖൈർ. പരലോകത്തെ മാത്രമല്ല എന്റെ ദുനിയാവിന്റെ ഖൈർ ഉള്ളതും ഈ കാര്യം ചെയ്യുന്നതിലാണ് എന്ന ബോധമുണ്ടെങ്കിൽ ജനങ്ങൾ മത്സരിച്ചുകൊണ്ട് ദീനിന്റെ വിഷയത്തിൽ മുന്നേറും. ഇല്ലാത്തവൻ എത്ര മൈക്ക്, എത്രമാത്രം ദൂരത്ത് കേൾക്കുന്ന മൈക്ക് തലയിലേക്ക് ചുവട്ടിലേക്ക് അടിച്ച് സുബഹിന്റെ ബാങ്ക് കേട്ടാലും അസ്വലാത്തു ഖൈറും മിനന്നൗം എന്ന് കേട്ടാലും കേൾക്കാത്തത് പോലെ കിടക്കും. അതേസമയം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലാണ് എന്റെ വിജയമുള്ളത്. എന്റെ പരലോകത്തെയും ഇഹലോകത്തെയും, എന്റെ കച്ചവടത്തിന്റെയും തൊഴിലിന്റെയും എന്റെ മക്കളുടെയും കുടുംബത്തിന്റെയും എല്ലാത്തിന്റെയും പരിപൂർണമായ വിജയമുള്ളത് അതിലാണ്. നമ്മുടെ സ്വത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. ഒന്നാമത്തെ സ്വപ്പില് വലിയ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നറുക്കിടേണ്ടി വരുന്ന അവസ്ഥ വരുമായിരുന്നു. ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ നമ്മുടെ കൽബിലേക്ക് എത്രത്തോളം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്, എത്രത്തോളം വിശ്വാസം അതിനുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു നന്മയും നമ്മൾ വിട്ടുകളയുകയില്ല, ഒരു നന്മയും നമ്മൾ വിട്ടുകളയുകയില്ല. ഇത് ദീൻ എന്ന് പറയുന്നത് അത് വിശ്വാസമാണ്, അത് ഈമാനാണ്. നാലാമത്തെ ഇഫാദത്തിന്റെ തവാഫ്, ജനങ്ങൾ ഒഴുകുന്നിടത്തേക്ക് ഒഴുകുക. ഹജ്ജിൽ പോകുന്ന ഹാജിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ജനങ്ങൾ എങ്ങോട്ടൊഴുകുന്നുവോ ആ ഒഴുക്കിന് നിങ്ങളും ഒഴുകിക്കൊണ്ടേയിരിക്കുക. ലക്ഷോപലക്ഷം ഹാജിമാര് ഒഴുകുകയാണ്, തൂവള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ ഒഴുകുകയാണ്. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ച കാര്യമാണ്. നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളുടെ വിശദീകരണമായി പണ്ഡിതന്മാർ പറഞ്ഞ ചില കാര്യങ്ങൾ ചില വൃത്താന്തങ്ങളിലുണ്ട്. ഇന്ന ഇബ്രാഹിം അലൈഹിസ്സലാം അവ്വലു മൻ ഖസ്സശാരിബ്, ഈ മീശ അത് ആദ്യമായി വെട്ടി വൃത്തിയാക്കിയത് ഇബ്രാഹിം അലൈഹി. അത് മനുഷ്യത്വമാണത്, ഒരു മനുഷ്യൻ കോലമാണ്,
അവന്റെ മുഖത്തേക്ക് അവന്റെ ചുണ്ടിലേക്ക് നോക്കുമ്പോൾ അത് വെട്ട് ചുണ്ടിന് താഴേക്ക് ഇറങ്ങിക്കിടക്കാതിരിക്കുക എന്നുള്ളത് അത് മനുഷ്യത്വവും മനുഷ്യകോലവുമാണ്. അത് ആദ്യമായി അത് ചെയ്തിട്ടുള്ളത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയാണ് എന്ന് ചില തഫ്സീറുകളിൽ കാണാം. അതേപോലെ തന്നെ ആദ്യമായി ചേലാകർമ്മം നിർവഹിച്ചത് അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയാണെന്ന് കാണാം. എത്രത്തോളം നഖം വൃത്തിയായി ആ രീതിയിലേക്ക് വെട്ടിച്ചു ചുരുക്കിയത് ആദ്യമായി ആ കൽപ്പന അല്ലാഹു തആല കൊടുത്തത് നടപ്പാക്കിയതും ഇബ്രാഹിം. അപ്പോ ഇതൊന്നും ഒരു ചെറിയൊരു കാര്യമല്ല, ഇതൊക്കെ വലിയ ജീവിതത്തെ മാറ്റിപ്പണിയുന്ന വലിയ കാര്യമാണ്. നര ആദ്യമായി കണ്ടത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്കാണ്. നര താടിമുടി നിരക്കുക എന്നുള്ളത് ഇസ്ലാമിലായിക്കൊണ്ട് ഈമാനിലായിക്കൊണ്ട് അള്ളാന്റെ മാർഗത്തിലായിക്കൊണ്ട് ജീവിക്കുന്നതിനിടയിൽ ഒരു മനുഷ്യൻ നരച്ചു. അവൻ അല്ലാഹുവിനോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, യാ റബ്ബി മാ ഹാദാ, എന്റെ റബ്ബേ എന്തിന് ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. കാല അല്ലാഹു പറഞ്ഞു, അൽ വഖാർ, അതൊരു അംഗീകാരമാണ്, അതൊരു വഖാർ, അതൊരു ഗാംഭീര്യമാണ് എന്ന് പറഞ്ഞു. കാല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ റബ്ബി സിദ്നി വഖാറ, എങ്കിനാ ഗാംഭീര്യം എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് വർദ്ധിപ്പിച്ചു തരണം എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നരയെ പറ്റി പറഞ്ഞതായിട്ട് ഇസ്ലാമിലായി കൊണ്ട് നിരക്കുക ഇത് മോശപ്പെട്ട ഒരു കാര്യമല്ല എന്ന്, നിരക്കുക എന്നുള്ളത് മോശപ്പെട്ട ഒരു കാര്യമല്ല എന്ന് കാണാനായിട്ട് സാധിക്കും. പിന്നീട് കലിമാത്തുകൾ എന്ന് പറഞ്ഞതിന്റെ മറ്റു ചില വ്യാഖ്യാനങ്ങൾ കൂടിയിട്ട് ഹജ്ജിന്റെ കർമ്മങ്ങളാണ്. അവിടെ പോകാൻ സാധിച്ചില്ലെങ്കിലും അവിടെ പോകാൻ സാധിക്കണേ റബ്ബേ എന്ന പ്രാർത്ഥന നമ്മളിൽ ഉണ്ടാകണം, ഓരോ വിശ്വാസിയിലും ഉണ്ടാകണം. അവിടെ പോകാൻ സാധിക്കണേ എന്ന ഒരു പ്രാർത്ഥന അവിടെ ഉണ്ടാകണം. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു പരീക്ഷിച്ചത്. വഖാല ഹസൻ ബസരി റഹ്മഹുല്ലാഹ് പറയുന്നു, ഇബ്തലാഹുല്ലാഹു ബിസബഅതി അഷ്യാ, 7 കാര്യങ്ങൾ കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പരീക്ഷിച്ചു. 7 കലിമത്തുകൾ കൊണ്ട് പരീക്ഷിച്ചു. അതിൽ ഒന്ന് കവാക്കിബുകൾ കൊണ്ട് പരീക്ഷിച്ചു, ഗോളങ്ങൾ കൊണ്ട്, നക്ഷത്രങ്ങൾ കൊണ്ട് അല്ലാഹു തആല റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പരീക്ഷിച്ചു. വൽ ഖമർ, ചന്ദ്രനെ കൊണ്ട് പരീക്ഷിച്ചു. സൂര്യനെ കൊണ്ട് പരീക്ഷിച്ചു. ആ പരീക്ഷണങ്ങളിലെല്ലാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിജയിച്ചു. അതെല്ലാം നോക്കി, അതെല്ലാം കണ്ടു, അതെല്ലാം മനസ്സിലാക്കി. എന്നിട്ട് ഇതൊന്നും റബ്ബല്ല, റബ്ബിനൊരു മാറ്റം ഉണ്ടാവില്ല, ഇതെല്ലാം മാറിപ്പോകുന്നതാണ്. സൂര്യൻ മാറിപ്പോകുന്നതാണ്, ചന്ദ്രൻ മാറിപ്പോകുന്നതാണ്, നക്ഷത്രങ്ങൾ അസ്തമിച്ചു പോകുന്നതാണ്. ഇതിനെല്ലാറ്റിനും മാറ്റങ്ങളുണ്ട്, റബ്ബിന് മാറ്റം ഉണ്ടാവുകയില്ല എന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ ചിന്തിക്കുന്നതും പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ നോക്കി ആലോചിച്ച് അതിന്റെ പിന്നിലുള്ള യുക്തിപരതകളെ സംബന്ധിച്ച് ചിന്തിച്ച് അതിന്റെ പിന്നിലുള്ള സൃഷ്ടാവിന്റെ ശക്തിയെ സംബന്ധിച്ച് അല്ലാഹ് എനിക്ക് ഈ മനുഷ്യ സമൂഹത്തിന് എന്തിനാണ് ഇവയെ എല്ലാം കീഴ്പ്പെടുത്തി തന്നിട്ടുള്ളത്? സൂര്യൻ മനുഷ്യന് കീഴ്പ്പെട്ടാണ് നിൽക്കുന്നത്, കത്തിച്ചാമ്പലാക്കി കളയുന്നില്ല. അതേപോലെ തന്നെ ചന്ദ്രൻ ഭൂമിയുടെ നിലനിൽപ്പിന് സ്വാധീനമുണ്ട്, നക്ഷത്രങ്ങൾക്ക് സ്വാധീനമുണ്ട്. ഭൂമിയിലെയും ആകാശത്തിലെയും പ്രതിഭാസങ്ങൾ എല്ലാം മനുഷ്യന്റെ ജീവിതം ഇവിടെ നിലനിർത്താൻ ആവശ്യമായ രീതിയിലാണ് അവ നിന്നും ചലിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ച് കണ്ട് മനസ്സിലാക്കണം. അല്ലാതെ എനിക്ക് അടിച്ചു പിടിക്കാനുള്ള ഒരു സ്ഥലമിട്ട് ഒരു പറമ്പായിട്ട് അല്ല തന്നതാണ് എന്ന് ചിന്തിക്കാതെ ഇത് ആര് ശ്രദ്ധിച്ചു, എന്തിന് ശ്രദ്ധിച്ചു, എന്തിനാണ് അല്ലാഹു തആല ഇതെല്ലാം എനിക്ക് നൽകിയത് എന്ന് ചിന്തിക്കാൻ, അള്ളാഹനെ കണ്ടെത്താൻ, റബ്ബിനെ മനസ്സിലാക്കി അവൻ സ്ഥിരമായിട്ടുള്ളവർ, ഒരു മാറ്റം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കാൻ ഈ ഗോളങ്ങളും നക്ഷത്രങ്ങളും അതേപോലെ തന്നെ സൂര്യനും ചന്ദ്രനും സാധിച്ചു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, മുനബ്ബിഹൻ അലാ ശറഫി ഇബ്രാഹിം ഖലീലി, തന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ശ്രേഷ്ഠത, അദ്ദേഹത്തിന്റെ മഹത്വം അല്ലാഹു തആല പറയുകയാണ്. വഅന്നല്ലാഹു തആല ജഅലഹു ഇമാമൻ ലിന്നാസ്, ജനങ്ങൾക്ക് ഇമാമായി അല്ലാഹു തആല അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്തി, ജനങ്ങൾക്ക് നേതാവ്. തൗഹീദ് മുതലുള്ള കാര്യങ്ങളിലെല്ലാം അദ്ദേഹത്തെ മാതൃകയാക്കാൻ ലോകത്തോട് പറഞ്ഞു.
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതൃകയാക്കാൻ ഇബ്രാഹിം നബി എന്ത് വിശ്വാസക്കാരനായിരുന്നു? ബഹുദൈവ വിശ്വാസം ആയിരുന്നു. അദ്ദേഹം ശിർക്ക് ചെയ്ത ആളായിരുന്നില്ല. വേറെ അല്ലാത്ത വേറെ ഏതെങ്കിലും പടപ്പുകളെയോ സൃഷ്ടികളെയോ കല്ലുകളെയോ സൂര്യനെയോ ചന്ദ്രനെയോ പ്രവാചകന്മാരെയോ ആരാധിച്ചിരുന്ന ആളായിരുന്നു, ഇബാദത്ത് ചെയ്തിരുന്ന ആളായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ല. ലോകത്തോട്, ലോകത്തിലെ മുഴുവൻ മനുഷ്യ സമൂഹങ്ങളോടും മുഴുവൻ മതദർശനങ്ങളോടും ഇസ്ലാമിന് ഖുർആനിന് പറയാനുള്ളത്, നിങ്ങൾ അബ്രഹാം പ്രവാചകന്റെ മാതൃക, അദ്ദേഹത്തിന്റെ മതം, അദ്ദേഹത്തിന്റെ ദീന്, അദ്ദേഹത്തിന്റെ ശരീഅത്ത്, അദ്ദേഹത്തിന്റെ ഫിത്റത്ത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇസ്ലാമിലെ ലോകത്തോട് പറയുന്നത്. വബിന്നാരി, തീ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിച്ചു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ. ഫസ്വബറ അലൈഹ, ക്ഷമിച്ചു അതിൽ. വബിൽ ഹിജ്റ, ഹിജ്റ കൊണ്ട് പരീക്ഷിച്ചു. നാട് വിട്ടു പോകേണ്ടി വരുന്ന അവസ്ഥ, ഭീകരമായ ഒരു അവസ്ഥയാണത്. സ്വന്തം നാടും വീടും സ്വന്തം ആ ചുറ്റുപാടുകളും വിട്ടുകൊണ്ട് പോകുക എന്നുള്ളത് അതൊരു ഭീകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പരീക്ഷിച്ചു. ഫസ്വബറ, അതിലും അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്തോടെ വിജയിച്ചു. قال سعيد بن جبير قول ഇബ്രാഹിം വ ഇസ്മാഈൽ, ഇനി ആ കലിമത്തുകൾ എന്ന് പറഞ്ഞാൽ അത് ഇബ്രാഹിമിന്റെയും ഇസ്മാഈലിന്റെയും ഖൗലുകളാണ്. ഇത് യർഫഅനിൽ ബൈത്ത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ആ ബൈത്തിനെ, കഅബയെ അത് പണിതുകൊണ്ടിരിക്കുന്ന സമയത്തിൽ അവർ പറഞ്ഞൊരു വാക്ക്, റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഇത് സ്വീകരിക്കണമേ എന്ന വാക്കുകൊണ്ടാണ് പരീക്ഷിച്ചത്. അഥവാ ഞാൻ വലിയൊരു കാര്യമാണ് ഞങ്ങൾ ചെയ്തത്, ഇന്നത് സ്വീകരിക്കണേ എന്ന് പ്രത്യേകിച്ച് പറയേണ്ടെന്ന ആവശ്യമൊന്നുമില്ല. വലിയ ത്യാഗമാണ്. ഒരു മനുഷ്യനുമില്ലാത്ത, ഒരു ജീവി പോലും ഇല്ലാത്ത, വെള്ളമില്ലാത്ത, കൃഷിയോഗ്യമല്ലാത്ത ഒരിടത്ത് വന്ന് നിന്നുകൊണ്ട് ആ കഅബ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അത് പണിതു, അത് തീർത്തു, പിന്നെ അത് സ്വീകരിക്കണമെന്ന് പ്രത്യേകിച്ച്, കാരണം വലിയൊരു അമലല്ലേ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു, അല്ലാഹുവേ റബ്ബന തഖബ്ബൽ മിന്നാ, നീ സ്വീകരിക്കണം. നീ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ഈ പ്രവൃത്തി അത് അന്ന് മുതൽ ഇന്ന് വരെ കോടാനുകോടി ആളുകൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, റുകൂ ചെയ്തുകൊണ്ടിരിക്കുന്നു, തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കഅബയിൽ മനുഷ്യന്മാരില്ലാത്ത, പതിനായിരക്കണക്കിന് ആളുകളില്ലാത്ത ഒരു മിനിറ്റ് പോലും കഴിഞ്ഞു പോകുന്നില്ല. അവരുടെ എല്ലാവരുടെയും ഇബാദത്തിന്റെയും നമസ്കാരത്തിന്റെയും പ്രാർത്ഥനകളുടെയും ആരാധനകളുടെയും ഒരു പ്രതിഫലം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്കും അദ്ദേഹത്തിന്റെ മകനായ ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമക്കും ഉള്ളതാണ്. അവരാണ് അതിന് കാരണം. നന്മകൾക്ക് തുടക്കമിടാനായിട്ട് സാധിക്കണം. നന്മകൾ അവസാനിപ്പിക്കാനല്ല, അതിന് തുടക്കമിടാൻ, അതിന് മുന്നിടാനായിട്ട് സാധിക്കണം. അത് കഴിഞ്ഞിട്ട് അല്ലാഹുവോട് പറയണം, അല്ലാഹ് ഇത് എന്റെ കഴിവുണ്ടോ, എന്റെ ബുദ്ധിയുണ്ടോ, എന്റെ അറിവുണ്ടോ, എന്റെ സമ്പത്തുണ്ടോ, ഒന്നും ഉണ്ടായില്ല റബ്ബേ, ഇത് നിന്റെ ഔദാര്യം കൊണ്ട് ചെയ്യാൻ സാധിച്ചതാണ് റബ്ബേ. അതുകൊണ്ട് എന്റെ അടുത്ത് ഇതേ ഉള്ളൂ റബ്ബേ, ഇത് നീ സ്വീകരിക്കണം റബ്ബേ എന്ന ആ എളിമയുടെ വർത്തമാനം അത് പറയാൻ നമുക്ക് സാധിക്കണം. വലിയ അമലുകൾ നമ്മളെന്തെങ്കിലും ഒരു ദിവസം ചിലപ്പോൾ 5 കറക്റ്റായിട്ട് ജമാഅത്തായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും ഒരു അഹംഭാവവും, അതില്ലാത്ത ആളുകളോട് കാണുമ്പോൾ ഒരു പുച്ഛവും ഒക്കെ നമുക്ക് തോന്നണ്ട. നമ്മൾ എന്തൊക്കെയോ ചെയ്തു, പള്ളിക്ക് വേണ്ടി 1 ലക്ഷം രൂപ കൊടുത്താലും 1000 കൊടുത്താലും 1000 കൊടുത്തു, ഒരാളെ സഹായിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ചെയ്തു, ഞാൻ എവിടെയൊക്കെയോ എത്തി എന്ന് നമ്മൾ തോന്നേണ്ടതില്ല. മറിച്ച് അവിടെയും അള്ളാഹുവോട് ചോദിക്കാൻ, അള്ളാഹുവോട് പറയാൻ, നമ്മുടെ റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ എന്നിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾ വലിയ ആളുകളാണ്, ഞങ്ങൾ വലിയ മാറ്റത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ വലിയ പരിഷ്കർത്താവിന്റെ ആൾക്കാരാണ്, ഞങ്ങളാണ് ഈ നാടിനെ മാറ്റിയത്, ഞങ്ങളാണ് അത് ചെയ്തത്, ഞങ്ങളാണ് ഇത് ചെയ്തത് എന്നൊരു അഹംബോധം അതില്ലാതെ അല്ലാഹുവേ ഞങ്ങൾ ഏറ്റവും എളിയവരാണ്, നിന്റെ തൗഫീഖ് ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല റബ്ബേ, അതുകൊണ്ട് നീ ഇത് സ്വീകരിക്കണേ അല്ലാഹ് എന്ന് എപ്പോഴും പറയാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ച കാര്യമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാർഗത്തിൽ നമ്മെ ചരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഫഅത്തമ്മഹുന്ന, അതെല്ലാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പൂർത്തീകരിച്ചു. അല്ലാഹ് പറഞ്ഞത് അതെല്ലാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തു.
ഒരു ഹറാമോ ഒരു കറാഹത്തോ ചെയ്യാതെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങളും ജീവിതത്തിലില്ലാതെ, വായിലില്ലാതെ, ശരീരത്തിലില്ലാതെ, തലയിലില്ലാതെ, ഒരു രോമത്തിൽ പോലും ഒരു മുടിയിൽ പോലും അള്ളാഹ്ക്ക് എതിരായ ഒന്നുമില്ലാതെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു. അതങ്ങനെ തന്നെ നിർവഹിച്ചു. ഒരു ചോദ്യം പോലുമില്ല. എന്തിനാ അങ്ങനെ? എന്തിനാ കൊടുക്കുമ്പോ മുഴുവവിടെ തടണം? എന്തിനാ കഴിയാൻ പോലെ? എന്തിനാ ലോഹർ 4? എന്തിനാ ജുമാ 2? എന്തിനാ സുബൈ 2 റക്അത്ത്? എന്താ ആ സമയത്ത് എന്താ ഇങ്ങനെ എന്താ അതെന്താ? ഈ ചോദ്യം പോലും ഇല്ല. അതെന്താണോ പറഞ്ഞത് അതങ്ങനെ തന്നെ നിറവേറ്റി. ഇമാം വഹാഖ് പറഞ്ഞു അതുകൊണ്ട് അമൽ ചെയ്യണം. അതായിരുന്നു ഇബ്രാഹിമിന്റെ ജീവിതം. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അല്ലാഹു എങ്കിൽ ജനങ്ങൾക്ക് ഇമാമായി, മാതൃകയായി, നേതാവായി നിന്നെ ഞാൻ നിശ്ചയിക്കുന്നു. ഉടനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹ്, എന്നാൽ എന്റെ മക്കളെയും എന്റെ അടുത്ത് വരുന്ന തലമുറകളെയും, എന്റെ സ്വന്തം കാര്യം മാത്രമല്ല നോക്കിയത്. എന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം മക്കൾ എന്ന നിലക്കല്ല പറയണത്, മറിച്ച് വരാനിരിക്കുന്ന വിശ്വാസികളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന വാക്കാണ്. അല്ലാഹുവേ, എനിക്ക് ശേഷം വരുന്ന എന്റെ മുഴുവൻ മക്കളെയും ജനങ്ങൾക്ക് നേതൃത്വം, ജനങ്ങൾക്ക് മാതൃക എന്ന ആ ഉന്നതമായ അവസ്ഥയിലേക്ക് എന്റെ തുടർന്നു വരുന്ന സന്താന പരമ്പരകളെ മുഴുവൻ ആക്കണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ലാ യനാലു അഹ്ദിൽ വാലിമീൻ. ശരി, അത് ചെയ്യാം, പക്ഷേ അക്രമികൾക്ക് അത് കിട്ടില്ല. ഇമാമത്ത് എന്നുള്ളത്, നേതൃത്വം എന്നുള്ളത്, ജനമനസ്സുകളിൽ അംഗീകാരം എന്നുള്ളത് ലാ യനാലു അഹ്ദിൽ വാലിമീൻ. എന്റെ ഈ അഹ്ദ്, എന്റെ ഈ കരാർ അത് വാലിമീങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ പറഞ്ഞ അഹ്ദ്? ഇമാം അജാബ് നബി റബാഹ് പറയുന്നു, അഹ്ദ് എന്ന് പറഞ്ഞാൽ റഹ്മത്താണ്, കാരുണ്യമാണ്. എന്റെ കാരുണ്യം വാലിമീങ്ങൾക്ക് ലഭിക്കൂല. ളുൽമിനെ ഇസ്ലാം അത്രമാത്രം വെറുക്കുന്നു. അക്രമത്തെ, അള്ളാഹുവോട്, സൃഷ്ടികളോട് അക്രമം ചെയ്യുക എന്നുള്ളത് അള്ളാഹ് അത്രമാത്രം ഇസ്ലാം വെറുക്കുന്നു. ഇമാം സുദ്ദി പറഞ്ഞു, നുബുവത്തി, റഹ്മത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നുബുവത്താണ്. വാലിമീങ്ങൾക്ക് നുബുവത്ത് കിട്ടില്ല, പ്രവാചകത്വം കിട്ടുകയില്ല. വഖീല അൽ ഇമാമ, ഇമാമത്താണ്, അത് ജനമനസ്സുകളിൽ അംഗീകാരമുള്ള നേതാവാണ്, അത് വാലിമീങ്ങൾക്ക് കിട്ടൂല. ഇപ്പൊ ലോകം അടക്കി ഭരിക്കുന്നുണ്ടെങ്കിലും ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ലോകത്തെ മുഴുവൻ മനുഷ്യരും അവരെ ശപിക്കുന്ന അവസ്ഥയിലേക്ക്. ഹിറ്റ്ലർക്ക് എന്തായിരുന്നു? ദേശത്തിന്റെ, ദേശീയതയുടെ, രാജ്യസ്നേഹത്തിന്റെ, ജർമ്മൻ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാത്ത നേതാവായിരുന്നു ഹിറ്റ്ലറൊക്കെ. ആ ഹിറ്റ്ലർ എന്ത് പറ്റി? അവനെ പൊക്കിക്കൊണ്ട് താങ്ങിക്കൊണ്ട് നടന്നിരുന്ന ആളുകൾ തന്നെ അവനെ ഇന്ന് വെറുക്കുകയും ശപിക്കുകയും, ഇന്ന് അവനെ കുറിച്ച്, അത്തരത്തിലുള്ള അക്രമികളെ കുറിച്ച് നല്ല വാക്ക് പറയുന്ന ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇതാണ് അല്ലാഹു പറഞ്ഞത്. ലാ യനാലു അഹ്ദിൽ വാലിമീൻ. വാലിമീങ്ങൾക്ക് ആ ഒരു അംഗീകാരമുണ്ടല്ലോ, അത് ലഭിക്കുകയില്ല. ഖാല മുജാഹിദ്, ഇമാം മുജാഹിദ് പറഞ്ഞു, ലൈസ ബിവാലിമിൻ അയ്യുതാഅ ഫീ ദുൽമിഹി. ഒരു വാലിമിനെയും ഒരു മനുഷ്യൻ അനുസരിക്കുന്നില്ല, ഒരു അക്രമിയെയും ഒരു മനുഷ്യൻ അനുസരിക്കുന്നില്ല. അനുസരിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നും, പക്ഷെ അത് അനുസരണമല്ലത്, അത് നിർബന്ധിതമായി. ഈ പിശാച് എങ്ങനെ, ഞാനിവിടെ അനുസരിച്ചില്ലെങ്കിൽ, അവൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ, അവൻ പറഞ്ഞ പോലെ വഴക്കൊട്ടെ, കൈയൊട്ടെ, കാലൊട്ടൊക്കെ ചെയ്തില്ലെങ്കിൽ ഓന് മറ്റേ ആള് വരും, CBI വരും, ED വരും, AD വരും, മറ്റേ ആള് വരും എന്നതിന്റെ പേരിൽ ദുഷ്ടന്മാരെ ലോകം അനുസരിക്കുന്നു എന്നുള്ളതല്ലാതെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള മാനസികമായ അംഗീകാരം ദുഷ്ടഭരണാധികാരികൾക്ക് ഒരിക്കലും കിട്ടുകയില്ല എന്ന് ഇമാം മുജാഹിദ് റഹ്മഹുല്ലാഹ് ലൈസ ബിവാലിമിൻ അയ്യുദാഅ ഫി ദുൽമിഹി. അത് കുടുംബനാഥന്മാരും നേതാക്കന്മാരും സംഘടനാ നേതാക്കന്മാരും എല്ലാ ഭരണാധികാരികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജനങ്ങളുടെ അംഗീകാരം കിട്ടണമെങ്കിൽ അല്ലാഹു അനുസരിക്കണം, ജനങ്ങളോട് സ്നേഹം ഉണ്ടാവണം, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവരാകണം. എങ്കിൽ മാത്രമേ ജനമനസ്സിൽ ആത്മാർത്ഥമായ അനുസരണം കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഖൈല അറാദ ബിൽ അഹ്ദി അൽ അമാന മിനൻ നാർ വ ബിൽ മുശ്രിക്. ഇനി അത് അമാൻ എന്ന് പറഞ്ഞ, അഹദ് എന്ന് പറഞ്ഞാൽ അമാന മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള രക്ഷയാണ്.
അതും ആർക്ക് കിട്ടൂല. ലാ യനാലു അഹദിൽ ളാലിമീൻ, ളാലിമീങ്ങൾക്ക് നരകത്തിൽ നിന്നുള്ള രക്ഷ കിട്ടുകയില്ല. ആർക്കേ അത് കിട്ടുള്ളൂ? അല്ലദീന ആമനു, ഈമാൻ ഉണ്ടാവുകയും വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, കലരാത്ത ദുൽമിന്റെ കലർപ്പില്ലാത്ത ഈമാനുള്ള ആളുകൾക്ക് ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് അമ്നുണ്ടാവുക എന്ന് കൂടി പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് കാണാനായിട്ട് സാധിക്കും. ഒരു ചെറിയ ഒരു ആയത്ത് മാത്രമാണ് ഇത്രമാത്രം നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇനിയും ഒരു ആയത്തിന് ഒരുപാട് തഫ്സീറുകൾ മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാനായിട്ട് സാധിക്കും. അത് നമ്മൾ കേൾക്കണം, അത് നമ്മൾ പഠിക്കണം. അത് നമ്മുടെ ജീവിതത്തിലെ വലിയ വെളിച്ചമായി, മാറ്റത്തിന്, സ്വർഗത്തിലേക്കുള്ള വഴി നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള തൗഫീഖായി, അനുഗ്രഹമായി അത് മാറണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നവരാക്കി നമ്മയും നമ്മുടെ മക്കളെയും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. സ്വാലിഹീങ്ങളിൽ അല്ലാഹു തആല നമ്മയും നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തട്ടെ. സ്വർഗവാസികളിൽ അല്ലാഹു തആല നമ്മുടെ മാതാപിതാക്കളെ ഉൾപ്പെടുത്തട്ടെ. നരകത്തിൽ നിന്ന് അല്ലാഹു തആല വിശ്വാസികൾ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ